നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് UN പൊതുസഭ. ബുധനാഴ്ച ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭ പ്രമേയം പാസാക്കി. ഇസ്രായേലിനോട് അടിയന്തര വെടിനിർത്തലാണ് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടത്. 193 അംഗ സഭയിൽ ഇന്ത്യയടക്കം 158 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇസ്രായേൽ, US ഉൾപ്പെടെ 9 രാജ്യങ്ങൾ എതിർത്തു. യുക്രൈൻ അടക്കം 13 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഗസയിൽ രാജ്യാന്തര നിയമങ്ങൾ ഇസ്രായേൽ പാലിക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയെ നിരോധിച്ച ഇസ്രായേൽ തീരുമാനത്തെ അപലപിച്ചിരുന്നു. ജർമ്മനി പ്രമേയത്തെ അനുകൂലിച്ചതോടെ വികസിത രാജ്യങ്ങളിൽ നിന്ന് US മാത്രമാണ് ഇസ്രായേലിനൊപ്പം നിന്നത്. 1967 മുതൽ ഇസ്രായേൽ കൈയടക്കി വെച്ചിരുന്ന കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെടുന്ന കഴിഞ്ഞ ആഴ്ചത്തെ UN പ്രമേയത്തെയും ഇന്ത്യ അനുകൂലിച്ചിരുന്നു. എന്നാൽ പ്രമേയത്തിന് ബോംബുകളിലൂടെ മറുപടി കൊടുത്തിരിക്കുകയാണ് മറുവശത്ത് ഇസ്രായേൽ. ഇന്നലെ ഒരൊറ്റ ദിവസം ഗസയിൽ മരിച്ചു വീണത് 35 പേർ. ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 35 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ നുസ്രത്ത് ക്യാമ്പിലെ വീട്ടിൽ ബോംബ് വീണ് 15 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ റഫയിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. റഫയിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതര പരിക്കേറ്റു. പലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരമായ ബോംബാക്രമണങ്ങളാണ് ഇപ്പോൾ ഗസയിൽ തുടരുന്നതെന്ന്. വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ്, ബന്ദികളെ വിട്ടയക്കാം എന്ന് ഹമാസ് തുടർച്ചയായി പറയുമ്പോഴും മറുവശത്ത് ഇസ്രായേൽ ആക്രമണങ്ങളുടെ പെരുമഴ പെയ്യിക്കുകയാണ് ഗസയിൽ. ഈജിപ്തും ഖത്തറും മധ്യസ്ഥ ശ്രമങ്ങളുമായി ഓടി നടക്കുന്നു. അമേരിക്കൻ ദൂതൻ സള്ളിവൻ ഈജിപ്തിലെ ചർച്ചകൾക്ക് ശേഷം ഖത്തർ ഭരണാധികാരികളുമായി ചർച്ച തുടർന്ന് ഇസ്രയേലിലെത്തിയ സള്ളിവൻ കൂടുതൽ ചർച്ചകൾക്ക് ഇപ്പോൾ തയ്യാറെടുക്കുന്നു. ബന്ദികളെ തങ്ങൾ വിട്ടയക്കാമെന്നും ഇസ്രയേൽ സൈന്യത്തിന്റെ സാന്നിധ്യം ഗസയിൽ അനുവദിക്കാമെന്നും ഹമാസ് സമ്മതിച്ചിരിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമാണ് ഇസ്രായേലിന്റെ മുഴുവൻ ആവശ്യങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരിക്കൽ USഉം പിന്നീട് UN-ഉം ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്നു HTSനെ. ഇപ്പോഴിതാ USഉം UN-ഉമൊക്കെ HTSനെ ഭീകര പട്ടികയിൽ നിന്നും മാറ്റാൻ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. അൽ-ഖ്വയ്ദ എന്ന ഭീകര സംഘടനയുടെ അഫിലിയേറ്റ് എന്ന തലത്തിലാണ് നേരത്തെ HTSനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് എന്ന് അമേരിക്ക പറയുന്നു. ഇപ്പോൾ ഒരു മിതവാദ പ്രതിപക്ഷ ശക്തിയായി പുനർനാമകരണം ചെയ്യുന്നതുകൊണ്ട് അവരെ ഭീകര പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അമേരിക്ക ആലോചിക്കുന്നു. സമാനമായ പ്രതികരണമാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും നടത്തുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൗണ്ടർ ടെററിസം ഗൈഡ് അനുസരിച്ച് സിറിയയിലെ അൽ-ഖ്വയ്ദയുടെ മുൻ ശാഖയിൽ നിന്ന് ഉടലെടുത്ത സുന്നി ഇസ്ലാമിസ്റ്റ് വിമത ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ് HTS. 2015 UN ഈ ഗ്രൂപ്പിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. 2018 US HTSനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്. HTSനെയും അൽ ജൊലാനിയെയും ഒക്കെ ഭീകര പട്ടികയിൽ നിന്ന് അമേരിക്കയും UN-ഉം മാറ്റുന്നതോടെ അവർക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70% മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങൾ തങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇപ്പോഴും സിറിയൻ മണ്ണിൽ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഭീകരരുടെ കൈവശം മാരകമേറിയ ആയുധങ്ങൾ എത്താതിരിക്കാനാണ് ഇത്ര ശക്തമായ ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും മറുവശത്ത് ഇസ്രായേലിന്റെ ലക്ഷ്യം വ്യക്തമാണ്. സിറിയക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം എന്ന് UN ആവശ്യപ്പെട്ടിരിക്കുന്നു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അതിർത്തി രാജ്യത്തെ എല്ലാ കടന്നുകയറ്റങ്ങളും ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് UN ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ സിറിയൻ സൈനിക നടപടികളെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക പ്രസ്താവന ഇറക്കി. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന പ്രസ്താവനയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഗാസയിൽ തുടരുന്ന ബോംബാക്രമണങ്ങളിൽ 58 ഹമാസുകാരെ വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു. സിറിയൻ മണ്ണിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നുവെന്ന് IDF സമ്മതിക്കുന്നു. സിറിയയുടെ വടക്കുഭാഗത്ത് US പിന്തുണയുള്ള കുർദിഷ് സേനകളും തുർക്കി പിന്തുണയുള്ള വിമതരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ സിറിയയിൽ സ്ഥിരത സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കായി
അമേരിക്കയിൽ നിന്ന് ആന്റണി ബ്ലിങ്കൻ തുർക്കിയിലെത്തി എർദോഗനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഈ സന്ദർശനം അതീവ പ്രാധാന്യമേറിയത്. ജോർദാൻ സന്ദർശിച്ചതിന് ശേഷമാണ് അങ്കാറയിലെ എസ്എൻ ബോഗ വിമാനത്താവളത്തിൽ വെച്ച് പ്രസിഡന്റ് തയ്യിബ് എർദോഗനെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കാണുന്നത്. നാറ്റോ സഖ്യകക്ഷികളായ വാഷിംഗ്ടണും അങ്കാറയും 13 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ വിമതരെ പിന്തുണച്ചിരുന്നു. എന്നാൽ വിമത വിഭാഗങ്ങളിലൊന്നായ കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കാര്യത്തിൽ അവരുടെ താൽപര്യങ്ങൾ വ്യത്യസ്തം. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്കെതിരെയുള്ള US പോരാട്ടങ്ങളിൽ അവരുടെ പ്രധാന സഖ്യകക്ഷിയാണ് SDF. ആന്റണി ബ്ലിങ്കൻ നടത്തിയ ചർച്ചകളിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനു നേരെ മറ്റ് വിമത സേനകളെ കൊണ്ട് തുർക്കി നടത്തുന്ന ആക്രമണങ്ങളിൽ ശമനമുണ്ടാകും എന്ന് ലോകം പ്രതീക്ഷിക്കുന്നു. അതിന്റെ പച്ചക്കൊടി എർദോഗൻ കാട്ടിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അമേരിക്കയെ കൂടി ശത്രുപക്ഷത്തേക്ക് നിർത്തുന്നത് അപകടമായിരിക്കും എന്ന് തുർക്കി പ്രസിഡന്റിന് ബോധ്യമായി. മറുവശത്ത് ഇസ്രയേൽ തുടരുന്ന വ്യോമാക്രമണങ്ങളിൽ പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക നിൽക്കുന്നു. ഒരു വശത്ത് തുർക്കിയെ നിർവീര്യമാക്കുകയും മറുവശത്ത് ഇസ്രയേലിന് കരുത്തു പകരുന്ന പ്രതികരണങ്ങളും അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനിടയിൽ കൂടുതൽ ശക്തമായ പ്രസ്താവനയുമായി ജനങ്ങളുടെ മുന്നിലെത്തി. ഇസ്രയേൽ ആരംഭിച്ച ചെയിൻ പോരാട്ടങ്ങളിലൂടെയാണ് ഇറാനെയും അതിന്റെ പ്രോക്സികളെയും ഒക്കെ നമ്മൾ നിലം പരിശാക്കിയത്. ഇനി ഇറാൻ സ്വാതന്ത്ര്യമാകാനുള്ള സമയമായി എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇസ്രയേൽ തുടങ്ങിവെച്ചു. പേർഷ്യൻ സബ്ടൈറ്റിലുകളിലൂടെ ഇംഗ്ലീഷിൽ നെതന്യാഹു സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് ലോകത്തിനു മുന്നിൽ ഇസ്രയേൽ സമർപ്പിച്ചു. സിറിയയിൽ അസദിനെ സഹായിക്കാൻ $30 ബില്യൺ ഇറാൻ ചെലവഴിച്ചത്. ഗസയിൽ ഹമാസിനെ പിന്തുണയ്ക്കാൻ അവർ കോടികൾ ചെലവഴിച്ചു. ലെബനിലെ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കാൻ ഇറാൻ ചെലവഴിച്ചത് $20 ബില്യൺ. എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ മിക്ക നേതാക്കളും അതിന്റെ റോക്കറ്റുകളും ആയിരക്കണക്കിന് തീവ്രവാദികളും അവരുടെ ആയുധശേഖരവും ഒക്കെ പൊടിപടലമാക്കി എന്ന് ഇസ്രയേൽ പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മറ്റ് രാജ്യങ്ങളെ കീഴടക്കാനും മിഡിൽ ഈസ്റ്റിൽ മതമൗലിക സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കാനുമാണ് ശ്രമങ്ങൾ നടത്തിയത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശക്തമായി തിരിച്ചടിച്ചുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളോട് പറഞ്ഞു. ഇറാൻ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുമായി സമാധാനം ആഗ്രഹിക്കുന്നു, അതുപോലെ ഞങ്ങളുമായി നിങ്ങളും സമാധാനം ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളെ കീഴ്പ്പെടുത്തുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭരണത്തിന് കീഴിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നു. ഈ ഭരണകൂടം ശരിക്കും ഭയക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറാനിലെ സാധാരണ ജനങ്ങളെ. ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. ഒരു ദിവസം എനിക്കറിയാം, ഒരു ദിവസം ഇത് മാറും, ഒരു ദിവസം ഇറാൻ സ്വതന്ത്രമാകും. ഇസ്രയേലിന്റെ നിലപാടുകൾ വ്യക്തമാണ്. ശക്തമായ ബോംബാക്രമണങ്ങളിലൂടെ സിറിയൻ ആയുധശേഷി പൂർണ്ണമായും നിർവീര്യമാക്കുക. സിറിയയിൽ നിന്നോ ലെബനനിൽ നിന്നോ ഇനിയൊരു ഭീഷണി ഇസ്രയേലിന് നേർക്കുണ്ടാകരുത് എന്നവർ ഉറപ്പിക്കുന്നു. മറുവശത്ത് ഹമാസിനെയും പൂർണ്ണ നിരായുധരാക്കാൻ ഇസ്രയേൽ യുദ്ധം തുടരുന്നു. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ആത്യന്തിക ശത്രുവിലേക്ക് തങ്ങൾ നീങ്ങുന്നുവെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന സൂചനകൾ ഇസ്രയേൽ നൽകുന്നു. ഇത് ലോകത്തെ ഭയപ്പെടുത്തുന്നതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇനിയും അവസരമുണ്ട് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വിശ്വസിക്കുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും ലെബനനിലെ പ്രധാന പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ള തകർന്നടിഞ്ഞതിനു ശേഷം ഒറ്റപ്പെട്ട ഇറാൻ അതിന്റെ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അത്തരമൊരു സാഹചര്യമുണ്ടായാൽ പ്രതിരോധം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനിടയുണ്ട് എന്നും ഈ സൈനിക ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിരുന്നു. ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവർ ആണവായുധ നിർമ്മാണത്തിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ടെഹ്റാൻ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുമെന്ന് ഇസ്രയേൽ എക്കാലത്തും പ്രതിജ്ഞയെടുത്തിരുന്നു. സിറിയയിൽ സമ്പൂർണ്ണ വ്യോമ മേധാവിത്വം തങ്ങൾ നേടി എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ലെബനൻ വ്യോമമേഖലയിലും ഇതാണ് ഇസ്രായേലിനിപ്പോൾ കൈവന്നിരിക്കുന്ന പ്രധാന നേട്ടം.
അതുകൊണ്ട് തന്നെ ഇറാനുമായി ഇനിയൊരു യുദ്ധത്തിനുള്ള സാഹചര്യമുണ്ടായാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വിജയം അവരെ കാത്തിരിക്കുന്നുവെന്നതാണ് ഇസ്രായേലിന്റെ വിശ്വാസം. സിറിയയുടെ മേലുള്ള ഈ വ്യോമ മേധാവിത്വം ഇസ്രായേൽ എയർഫോഴ്സ് വിമാനങ്ങൾക്ക് ഇറാനിൽ ആക്രമണം നടത്താൻ സുരക്ഷിതമായ ഒരു പാതയൊരുക്കും. സിറിയയിലെ ഭൂരിഭാഗം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇത് മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത്. സൈന്യം വിശദീകരിക്കുന്നതനുസരിച്ച് സിറിയയിലുടനീളമുള്ള മുൻ അസദ് ഭരണകൂടത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 86% ഇസ്രായേൽ എയർഫോഴ്സ് തകർത്തു. ആകെ 107 പ്രത്യേക വ്യോമ പ്രതിരോധ ഘടകങ്ങളും മറ്റൊരു 47 റഡാറുകളും. ചുരുക്കം ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സിറിയയിൽ അവശേഷിക്കുന്നത്. അവ IF-ന് വലിയ ഭീഷണിയായി മാറില്ല. നേരത്തെ സിറിയൻ വ്യോമ പ്രതിരോധ നിര മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു. അതിനേറ്റിരിക്കുന്ന ഈ പ്രഹരം ഈ മേഖലയിലെ വ്യോമസേനയുടെ മികവിന് ഒരു സുപ്രധാന നേട്ടമായി ഇസ്രായേൽ കാണുന്നു. മുൻകാലങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ദമാസ്കസിന് മുകളിലൂടെ അവർ പറക്കില്ലായിരുന്നു. ഇപ്പോൾ അതിനുപോലും സാധിക്കുമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. നൂതന റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാൽ വെടിയേറ്റു വീഴും എന്ന ഭയം ഇനി ഇസ്രായേൽ സേനയ്ക്ക് വേണ്ട. യാതൊരുവിധ ഭയവുമില്ലാതെ സിറിയൻ തലസ്ഥാനത്തിന് മുകളിലൂടെ നിരീക്ഷണ ഡ്രോണുകൾ നേരെ ഇറാനിലേക്ക് അയക്കാൻ ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിയും. അസദിന്റെ ആയുധങ്ങൾ സംഭരിക്കാൻ പരക്കം പായുന്ന ഹിസ്ബുള്ളയായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നത് എങ്കിൽ പിന്നീട് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതോടെ ജീവനും കൊണ്ടോടുന്ന ഹിസ്ബുള്ളയുടെ കാഴ്ചകളായിരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. അസദിന്റെ ഭരണം വീണ് മണിക്കൂറുകൾക്ക് ശേഷം ആരംഭിച്ച ഞായർ തിങ്കൾ ദിവസങ്ങളിലെ ബോംബാക്രമണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെ സിറിയൻ വ്യോമത്താവളങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, രാസായുധ സൈറ്റുകൾ എന്നിവയെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു. ആക്രമണത്തിൽ നൂറുകണക്കിന് മിസൈലുകളും അനുബന്ധ സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തു. 1800 യുദ്ധോപകരണങ്ങൾ IAF ആക്രമണങ്ങൾ ഉപയോഗിച്ച് തകർത്തെറിഞ്ഞുവെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ സിറിയൻ മേഖലയിലുള്ള ആക്രമണങ്ങളിലൂടെ മേഖലയിൽ മേധാവിത്വം വീണ്ടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ലെബനനിൽ നിന്നോ സിറിയയിൽ നിന്നോ യാതൊരുവിധ വ്യോമ പ്രതിരോധ ഭീഷണികളും ഇനി ഇസ്രായേലിന് മുന്നിലില്ല. തൊട്ടപ്പുറത്ത് ഇറാഖ് വ്യോമമേഖല പൂർണ്ണമായും US നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഭയം അത് ഇറാനെ വല്ലാതെ വേട്ടയാടി തുടങ്ങി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.